നിയമസഭയ്ക്ക് പുതിയ നിയമം മാത്രം മതി എന്ന് പഠിപ്പിക്കുന്ന സഭകളുണ്ട്. ഹല്ലേലൂയ. പഴയ നിയമം അല്ലെങ്കിൽ പുതിയ നിയമസഭയ്ക്ക് ആവശ്യമില്ലെന്ന് പറയുന്ന പഠിപ്പീരുകൾ നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. ഹല്ലേലൂയ. പകലിൽ ഞാനൊരു ചോദ്യം ചോദിച്ചു തുടങ്ങാം. ക്രിസ്തുവിന് വേണ്ടി വീണ്ടെടുക്കപ്പെട്ട ദൈവ പൈതലേ, പഴയ നിയമമാണോ പുതിയ നിയമമാണോ നമുക്ക് ആവശ്യം? ഞാൻ വിശ്വസിക്കുന്നു ഈ മെസ്സേജിന്റെ അവസാനം ഹല്ലേലൂയ അതിന്റെ ഒരു പൂർണ്ണ ഉത്തരം നമുക്ക് ലഭ്യമാകും. ഹല്ലേലൂയ. യുവതി യുവാക്കന്മാരെ, കുഞ്ഞുങ്ങളെ, ഹല്ലേലൂയ നമുക്ക് വേണ്ടത് ന്യൂ ടെസ്റ്റമെന്റ് മാത്രമാണോ അതോ ഓൾഡ് ടെസ്റ്റമെന്റ് മാത്രമാണോ? പുതിയ നിയമം മാത്രം മതിയോ പഴയ നിയമം മാത്രം മതിയോ? ഓരോ അവസരങ്ങളും ചില സാധ്യതകളെ സൃഷ്ടിച്ചു കൊണ്ടിരിക്കുകയാണ്. ഹല്ലേലൂയ. ഓരോ അവസരങ്ങളും കർത്താവ് നമ്മെ ചെറുത് പഠിപ്പിച്ചു കൊണ്ടിരിക്കുകയാണ്. ഹല്ലേലൂയ. നമുക്ക് വായിക്കാം മത്തായി എഴുതിയ സുവിശേഷം 5-ാം അധ്യായം അതിന്റെ 17, 18, 19 വാക്യങ്ങൾ. ഗിരിപ്രഭാഷണം എന്നെല്ലാം വിശേഷിപ്പിക്കുവാൻ കഴിയുന്ന ഈ വചനഭാഗങ്ങളിലൂടെ 5, 6, 7 അധ്യായങ്ങളെ ചേർത്ത് പഠിക്കുമ്പോൾ ചില ആശയങ്ങളെ, വിശേഷാൽ ഒരു ദൈവ പൈതലിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും സൂക്ഷിക്കേണ്ട, കരുതേണ്ട വചനഭാഗങ്ങളെ നമുക്ക് പറഞ്ഞു നൽകുന്നുണ്ട്. പകലിൽ ശാന്തമായി നമ്മൾ വായിച്ച വചനഭാഗത്തേക്ക് നമുക്ക് കടന്നു വരാം. ഞാൻ ന്യായപ്രമാണത്തെയോ പ്രവാചകന്മാരെയോ നീക്കേണ്ടതിന് വന്നു എന്ന് നിരൂപിക്കരുത് എന്ന് തിരുവചനത്തിൽ നമുക്ക് കാണുവാൻ കഴിയുകയാണ്. നീക്കുവാനല്ല, നിവർത്തിപ്പാനത്രേ ഹല്ലേലൂയ ഞാൻ വന്നത്. ഹല്ലേലൂയ. ഈ പകലിൽ നമുക്ക് ഒന്നിച്ച് ചിന്തിപ്പാനായിട്ട് കഴിയട്ടെ. ഹല്ലേലൂയ. ഈ ബൈബിൾ എന്നത് നമ്മുടെ ജീവിതത്തിൽ പുതിയ ജ്ഞാനം സ്വരൂപിക്കുവാനുള്ള ഒന്നല്ല. ഹല്ലേലൂയ. ഹല്ലേലൂയ. ബൈബിൾ was not given merely to increase our knowledge but to change our lives. ഹല്ലേലൂയ. നമ്മുടെ ജീവിതത്തെ മാറ്റുവാനുള്ള ഹല്ലേലൂയ ഒരു ഹല്ലേലൂയ കൊച്ചു കുഞ്ഞ് നടക്കുന്നത് പോലെ ഹല്ലേലൂയ അവൻ ആദ്യം ഒന്ന് കവിഴ്ന്നു വീണു. ഹല്ലേലൂയ. പിറ്റേ ദിവസം ഹല്ലേലൂയ അവന്റെ അടുത്ത ചലനങ്ങൾ ഹല്ലേലൂയ വേഗത്തിൽ അവൻ ഓടുകയല്ല മാതാപിതാക്കന്മാരെ ചെയ്യുന്നത്. ഓരോ ദിവസവും അവൻ പുതിയ പുതിയ ചലനങ്ങൾ സൃഷ്ടിക്കുന്നത് മാതാപിതാക്കന്മാർ നോക്കിക്കൊണ്ടിരിക്കും. അശുദ്ധിയുടെ പടവിലേക്ക് കയറുന്ന അനുഭവത്തിൽ ഞാൻ നിറഞ്ഞുകൊണ്ട് പറയാം, ഹല്ലേലൂയ നമ്മളെ എപ്പോഴും എപ്പോഴും കഴുകുന്ന ദൈവ സാന്നിധ്യം, നമ്മെ എപ്പോഴും ശുദ്ധീകരിക്കുന്ന തിരുവചനം. ഈ പകലിൽ ഞാൻ വീണ്ടും വിളിച്ചു പറയുന്നു, ഇന്ന് ജീവനോടെ ദൈവസഭയിൽ കയറുവാൻ, ദൈവത്തെ ആരാധിപ്പാൻ മൂല്യ കാരണം എന്നത് ദൈവം നമ്മെ സ്നേഹിക്കുമ്പോൾ തന്നെ ഈ വചനം നമ്മുടെ അകക്കണ്ണുകളെ തുറക്കേണ്ടതിന്, അകങ്ങളിൽ ഇടപെടേണ്ടതിന് പരിശുദ്ധാത്മാവ് ആഗ്രഹിക്കുന്ന ചില ക്രിയകളെ, പരിശുദ്ധാത്മാവ് ചെയ്യുന്ന ചില ഇടപാടുകളെ നമ്മുടെ ജീവിതത്തിൽ സ്വീകരിച്ചെടുപ്പാൻ. ഹല്ലേലൂയ. ഞാൻ പറഞ്ഞതുപോലെ ഹല്ലേലൂയ നമുക്ക് ചെറുപ്രായത്തിൽ പഠിച്ച ചില പാഠങ്ങൾ ഇന്നും ഓർമ്മ കർത്താവ് നൽകുമ്പോൾ ചില പുതിയ അനുഭവങ്ങളെ കർത്താവ് നമ്മുടെ ജീവിതത്തിൽ, ദൈനംദിന ജീവിതത്തിൽ നൽകിക്കൊണ്ടിരിക്കുന്നത്. അതിന് ദൈവത്തിന് മഹത്വം കൊടുക്കാനായിട്ട് കഴിയട്ടെ. ഹല്ലേലൂയ. ദൈവവചനത്തെ നമ്മൾ കാണുമ്പോൾ ഒരു നിയമ സംവിധാനം, ഹല്ലേലൂയ കഴിഞ്ഞ ആഴ്ച നമ്മൾ ചിന്തിച്ചതുപോലെ നിയമങ്ങൾ നിറഞ്ഞതാണോ ഹല്ലേലൂയ ദൈവ വചനം? ഹല്ലേലൂയ. അതിൽ ഹല്ലേലൂയ നിയമങ്ങൾ നിറഞ്ഞു നിൽക്കുമ്പോൾ തന്നെ നമ്മെ ജീവിപ്പിക്കുന്ന, നമ്മെ ചലിപ്പിക്കുന്ന വാഗ്ദത്തങ്ങൾ കൂടി പറഞ്ഞിരിക്കുന്ന വിശുദ്ധ ഗ്രന്ഥമായി പരിശുദ്ധാത്മാവിൽ ഹല്ലേലൂയ ലേഖന ഹല്ലേലൂയ കഥാക്കളെ തിരഞ്ഞെടുത്ത് എഴുതിപ്പിച്ച ചില പരിശുദ്ധാത്മാവിന്റെ നിയോഗങ്ങളായി അത് വായിക്കുന്നവരും അത് വായിച്ചു കേൾപ്പിക്കുന്നവരും അനുഗ്രഹിക്കപ്പെട്ടവരെന്ന് വിശുദ്ധ വചനത്തിൽ പറയുമ്പോൾ ഈ പകലിൽ ഒന്നിച്ചൊന്നു പറയുവാൻ കഴിയട്ടെ. ഈ വചനം നിയമങ്ങൾ മാത്രമല്ല, എന്നെ ജീവിപ്പിക്കുന്ന, എന്റെ നിരാശയിൽ കുഞ്ഞെ എടാ ഇനി ഇവിടെ ഇരിക്കരുത്, നീ എഴുന്നേറ്റ് ഓടടാ, നീ ഇവിടെ കരഞ്ഞുകൊണ്ടിരിക്കരുത്, നീ പ്രാർത്ഥിച്ചുകൊണ്ട് ഇരിക്കുമ്പോൾ തന്നെ ഒരു സ്നേഹത്തിന്റെ തടോടലായി ഒരു വചനം ഇടപെടുന്നെങ്കിൽ ഈ പകലിൽ ഒന്നിച്ചു പറയുവാൻ കഴിയട്ടെ. ഈ വചനം എന്നെ ജീവിതത്തോടുള്ള ബന്ധത്തിൽ ഒരു ഉത്തമ മാർഗദീപമാണ്. ഹല്ലേലൂയ. ഹല്ലേലൂയ. വചനം നമ്മോട് പറഞ്ഞു നൽകുന്നു. ഹല്ലേലൂയ. ഹല്ലേലൂയ. വലിയൊരു പ്രസംഗത്തേക്കാൾ ഹല്ലേലൂയ ഒരു വലിയ ജീവിതത്തിന് ഹല്ലേലൂയ സാക്ഷികളാകുവാൻ വചനം പറഞ്ഞു നൽകുകയാണ്.
ഹല്ലേലൂയ, ഹല്ലേലൂയ. മത്തായിയുടെ സുവിശേഷത്തിന്റെ പ്രത്യേകത എന്തെന്ന് നമുക്ക് നന്നായി അറിയാം. യഹൂദന്മാർക്ക് വാഗ്ദത്ത മശീഹയെ പരിചയപ്പെടുത്തി നൽകുകയാണ്. വാഗ്ദത്ത മശീഹ എന്ന് തെളിയിക്കുന്ന അനുഭവത്തെ ഹല്ലേലൂയ നമുക്ക് കാണുവാനായിട്ട് കഴിയുക. ഒന്നാമത്തെ വചനത്തിൽ നമ്മൾ വായിച്ചു, ഹല്ലേലൂയ, Christ came to fulfill the law. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഞാൻ ന്യായ പ്രമാണത്തെയോ പ്രവാചകന്മാരെയോ നീക്കേണ്ടതിന് വന്നു എന്ന് നിരൂപിക്കരുത്, നീക്കുവാനല്ല നിവർത്തിപ്പാൻ അത്ര ഞാൻ വന്നത്. പഴയ നിയമ പുസ്തകത്തിൽ പ്രവചിച്ചിരിക്കുന്നത്, പഴയ നിയമ പുസ്തകത്തിൽ അല്ലയോ ഉൾപ്പെടുത്തിയിരിക്കുന്നത്, പഴയ നിയമത്തിൽ ഹല്ലേലൂയ ചോർത്തിരിക്കുന്നത്, പഴയ നിയമത്തിൽ പൂർണ്ണമായി ഹല്ലേലൂയ എഴുതിയിരിക്കുന്നതിനെ നിവർത്തിപ്പാനാണ് പുതിയ നിയമത്തിൽ യേശു കർത്താവ് കടന്നു വന്നത്. അങ്ങനെയെങ്കിൽ ഈ പ്രാരംഭ നിമിഷങ്ങളിൽ തന്നെ പഴയ നിയമത്തിന്റെ പൂർത്തീകരണം യേശു ക്രിസ്തുവിലൂടെ സംഭവിച്ചു. ഹല്ലേലൂയ. വചനത്തെ പഠിക്കുന്ന നമുക്ക് ഒന്നിച്ചു പറയുവാൻ കഴിയട്ടെ, യേശു ക്രിസ്തുവിലൂടെ ചില പ്രവൃത്തികൾ സംഭവിച്ചു, ഒരു പൂർത്തീകരണം സംഭവിച്ചു. വചനം പറയുന്നു ഒരു നിവർത്തീകരണം സംഭവിച്ചു. ഈ പദത്തെ, നിവർത്തീകരണം എന്ന പദത്തെ നമ്മളൊന്ന് കൂടുതൽ പഠിക്കുമ്പോൾ ഹല്ലേലൂയ, to fill up എന്ന പദത്തെ നമുക്ക് കാണാനായിട്ട് കഴിയും. പൂർണ്ണമായും നിറയ്ക്കുക. ഹല്ലേലൂയ. ഈ പകലിൽ ഹല്ലേലൂയ ഈ ഗ്ലാസ് ഇപ്പോൾ നിറഞ്ഞിരിക്കുന്നുണ്ടോ? ഇല്ല എന്ന് ഇത് കാണുന്ന എല്ലാവർക്കും അറിയാം. എന്നാൽ ഹല്ലേലൂയ ഇത് നിറഞ്ഞ് തുളുമ്പുന്ന അനുഭവം, ഇതിൽ നിന്ന് ഹല്ലേലൂയ ഒഴുകുന്ന അനുഭവം, ആ ഒരു തലത്തെയാണ് പഴയ നിയമത്തിൽ നിന്ന് പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ യേശു കർത്താവ് ചെയ്തെടുത്തത്. ഹല്ലേലൂയ. പകലിൽ വീണ്ടും ഹല്ലേലൂയ ഒരു പൂർണ്ണമായ കവിഞ്ഞൊഴുക്കിന് വിധേയമാക്കുന്ന നിറയ്ക്കുന്ന അനുഭവം, കംപ്ലീറ്റ് ഓർ ഫിനിഷ് എന്ന പദത്തെ നമുക്ക് കാണുവാനായിട്ട് കഴിയുകയാണ്. വചനത്തിൽ നമുക്ക് കാണുവാൻ കഴിയുന്നത് ഒരു പൂർത്തീകരിക്കുന്ന അനുഭവം. ആരിലൂടെ? പഴയ നിയമത്തിൽ പറഞ്ഞ ചില പ്രവചനങ്ങൾ പുതിയ നിയമത്തിൽ യേശുവിലൂടെ പൂർത്തീകരിക്കപ്പെടുകയാണ്. അത് പൂർത്തീകരിക്കപ്പെട്ട ദൈവമക്കളാകുന്ന നമ്മെ ചോർത്തുപിടിക്കുന്ന ദൈവസാന്നിധ്യത്തിനായിട്ട് സ്തോത്രം ചെയ്യും. ഹല്ലേലൂയ. നിവർത്തിക്കുക എന്ന് ചിന്തിക്കുമ്പോൾ അതിൽ വചനത്തിൽ കാണുന്നുണ്ട് പഴയ നിയമ പ്രവചനങ്ങൾ ഹല്ലേലൂയ യാഥാർത്ഥ്യത്തിൽ വരുത്തുവാൻ വേണ്ടി ഹല്ലേലൂയ കുഞ്ഞാട് അറുക്കപ്പെടുമെന്നു യെശയ്യാ പ്രവാചകന്റെ പുസ്തകത്തിൽ പറയുന്ന തിരുവെഴുത്തുകളുടെ പൂർത്തീകരണം സാക്ഷാൽ ക്രിസ്തുവിലൂടെ നമ്മൾ സേവിക്കുന്ന യേശു ക്രിസ്തുവിലൂടെ ഹല്ലേലൂയ ഹല്ലേലൂയ പൂർത്തീകരിക്കപ്പെടുകയാണ്. നാം പഴയ നിയമത്തെ തള്ളുകയല്ല, ക്രിസ്തുവിലൂടെ അതിന്റെ പൂർണ്ണതയെ അനുഭവിക്കുന്ന സഭയാ പുതിയ നിയമസഭ. ആ കരങ്ങൾ ഉയർത്തി ഒന്ന് പറയുവാൻ കഴിയുമോ? We do not reject the Old Testament. We understand its full meaning through Christ. Hallelujah. യേശുവിലൂടെ പഴയ നിയമത്തിന്റെ പൂർണ്ണ അർത്ഥങ്ങളെ നമ്മൾ മനസ്സിലാക്കുകയാണ്. ആകാശവും ഭൂമിയും പകലിൽ ഒന്ന് ചിന്തിപ്പാൻ കഴിയട്ടെ. ന്യായ പ്രമാണത്തിൽ നിന്ന് ഒരു വള്ളിയെങ്കിലും പുള്ളിയെങ്കിലും ഒരു നാളും ഒടിഞ്ഞു പോകില്ലെന്ന വചനത്തിനായി സ്തോത്രം ചെയ്യുന്നു. മാറ്റങ്ങൾ സംഭവിക്കുന്ന സമൂഹത്തിൽ, മാറ്റങ്ങൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന സമൂഹത്തിൽ ആർക്കും ഇതുവരെ മാറ്റുവാൻ കഴിയാത്ത ഹല്ലേലൂയ മാറുവാൻ കഴിയാത്ത, ഒരിക്കലും ഈ ഭൂമി ഹല്ലേലൂയ ഇല്ലാതായാലും മാറ്റുവാൻ കഴിയാത്ത ഒന്നാണ് നമ്മുടെ കരങ്ങളിൽ ഇരിക്കുന്ന വിശുദ്ധ വചനത്തിന്റെ ദൂതുകൾ. ഈ പകലിൽ ഹല്ലേലൂയ ഒരാൾക്ക് വേണ്ടിയോ ഒരു സമൂഹത്തിന് വേണ്ടിയോ വചനത്തെ മാറ്റുവാൻ കഴിയില്ല. ഹല്ലേലൂയ ഇതിൽ ഹല്ലേലൂയ കടന്നു വന്നിരിക്കുന്ന നമുക്ക് ഒരു നിയമമേ ഉള്ളൂ. അത് തിരുവചനം അനുശാസിക്കുന്ന നിയമങ്ങളാ. ഹല്ലേലൂയ. എനിക്ക് വേണ്ടി ഹല്ലേലൂയ പാസ്റ്റർക്ക് വേണ്ടി ഒരു നിയമമില്ല, വിശ്വാസിക്ക് വേണ്ടി ഒരു നിയമമില്ല, കുഞ്ഞുങ്ങൾക്ക് വേണ്ടി ഒരു നിയമമില്ല. എല്ലാവരെയും ഒരേ രീതിയിൽ കാണുന്ന വചനം. ദൈവവചനം നിത്യമാണെന്നും സത്യമാണെന്നും നമ്മൾ പ്രഖ്യാപിക്കുമ്പോൾ തന്നെ ഹല്ലേലൂയ ചില സമൂഹങ്ങൾ മാറാം, ഹല്ലേലൂയ ചില ട്രഡീഷനുകൾ മാറാം, ഹല്ലേലൂയ ചില ഹല്ലേലൂയ സാമൂഹിക വ്യവസ്ഥകൾ മാറാം, ഹല്ലേലൂയ ചില ഹല്ലേലൂയ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ മാറാം. എന്നാൽ അന്നും ഇന്നും എന്നേക്കും മാറ്റമില്ലാത്ത വചനത്തിന് ആ കരങ്ങൾ ഉയർത്തി ഒന്ന് സ്തോത്രം ചെയ്യുവാൻ കഴിയട്ടെ.
ഒരുപക്ഷെ മാറ്റി പറയാമെന്നേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ചുറ്റുപാടുകൾ പ്രഖ്യാപിക്കുന്നത് ഒരുപക്ഷെ മാറ്റി പറയാമെന്നേ. ഹല്ലേലൂയ. ചില എഗ്രിമെന്റുകൾ ഒരുപക്ഷെ കീറിക്കളയാമെന്നേ. എന്നാൽ ഹല്ലേലൂയ വാഗ്ദത്തം ചെയ്തിരിക്കുന്ന ഹല്ലേലൂയ ക്രിസ്തീയ ജീവിതത്തിന്റെ മാർഗ്ഗദീപമായ വചനങ്ങളെ ഒരിക്കലും മാറ്റുവാൻ കഴിയുന്നില്ല. ക്രിസ്തീയ ജീവിതത്തിൽ ഭക്തിയോടെ ക്രിസ്തുവിനെ സേവിക്കുന്ന ഭക്തന്മാരെ ഈ പകലൊന്ന് പറയുവാൻ കഴിയട്ടെ, മാറുവാൻ കഴിയാത്ത, മാറ്റുവാൻ കഴിയാത്ത ദൃഢമായ വചനങ്ങൾക്കായി സ്തോത്രം. ഹല്ലേലൂയ. വചനത്തിൽ കാണുന്നു, വള്ളിയെങ്കിലും പുള്ളിയെങ്കിലും ഒരു നാളും ഒഴിഞ്ഞു പോകില്ല. ഹല്ലേലൂയ. ഈ പകലിൽ കർത്താവ് നമ്മോട് ഹല്ലേലൂയ ശബ്ദമായി ഹല്ലേലൂയ പറഞ്ഞു നൽകുന്നത്, ഹല്ലേലൂയ വചനങ്ങളെല്ലാം വായിച്ചു കേൾക്കുമ്പോൾ ഹല്ലേലൂയ പുറമേയുള്ള അനുസരണത്തെക്കാൾ ഹൃദയകരമായി ഏറ്റെടുക്കുന്ന അനുസരണം. ഹല്ലേലൂയ. ഹൃദയത്തെ ഹല്ലേലൂയ ഒന്ന് ചേഞ്ച് ചെയ്തുകൊണ്ടുള്ള അനുസരണം. ഹല്ലേലൂയ. കർത്താവ് ഹല്ലേലൂയ വചനത്തിൽ പറയുന്നുണ്ട്, ചെറിയ കൽപ്പനകളെയും മാനിക്കുന്നവൻ ആരാകും? വചനം പറയുന്നു, സ്വർഗ്ഗരാജ്യത്തിൽ വലിയവനാകും. ഹല്ലേലൂയ, ഹല്ലേലൂയ. വചനം പറയുന്നു, ഹല്ലേലൂയ ലോകത്തിന്റെ പദവിയോ സമ്പത്തോ പ്രശസ്തിയോ അല്ല, ദൈവരാജ്യത്തിൽ അനുസരണവും വിശുദ്ധിയും വിശ്വസ്തതയ്ക്കും പ്രാധാന്യം. ഒന്ന് അടിക്കരുത്. ഹല്ലേലൂയ. മനുഷ്യരെ അങ്ങനെ പഠിപ്പിക്കുകയും ചെയ്യരുത്. ഹല്ലേലൂയ. ചില സാഹചര്യങ്ങളിലെല്ലാം ഹല്ലേലൂയ ഒഴുകുന്നത് പോലെ ഒഴുകട്ടെ എന്നല്ല, ഹല്ലേലൂയ കൽപ്പന പറയുന്നത് ഇതാണെന്ന് ഹല്ലേലൂയ ഹല്ലേലൂയ പരസ്പരം ഹല്ലേലൂയ പറഞ്ഞു നൽകുന്ന, ഹല്ലേലൂയ ദൈവവചനം അനുശാസിക്കുന്നത് ഇതെന്ന് പറഞ്ഞു നൽകുന്ന ആത്മീയ നേതൃത്വം. ഹല്ലേലൂയ, ഹല്ലേലൂയ. ക്രിസ്തീയ ജീവിതത്തിൽ ഹല്ലേലൂയ ആരും എന്നെ കാണുന്നില്ലെന്നല്ല, ഹല്ലേലൂയ ഞായറാഴ്ചകളിൽ ഹല്ലേലൂയ വെള്ളിയാഴ്ചകളിൽ ഹല്ലേലൂയ മീറ്റിംഗുകളിൽ ഹല്ലേലൂയ ഓൺലൈൻ പ്രേയറുകളിൽ ഹല്ലേലൂയ നമ്മൾ സജീവമായി നിൽക്കുമ്പോഴും ഹല്ലേലൂയ അതിനുശേഷമുള്ള നമ്മുടെ ജീവിതത്തെ ഞാൻ വിശേഷിപ്പിക്കുവാൻ ആഗ്രഹിക്കുന്നത് ക്രിസ്തീയ ജീവിതം എന്നത്. ഹല്ലേലൂയ. എന്താ ക്രിസ്തീയ ജീവിതം? ഒരു ഞായറാഴ്ച ഹല്ലേലൂയ ഹല്ലേലൂയ ചില മണിക്കൂറുകൾ ദൈവസന്നിധിയിൽ സന്തോഷത്തോടെ ആരാധിക്കുന്നതാണ്. ശരി തന്നെ. ഹല്ലേലൂയ ചില മീറ്റിംഗുകളിൽ സജീവമായി പങ്കാളികളാകുന്നത് ശരി തന്നെ. എന്നാൽ ബാക്കിയുള്ള സമയം ഹല്ലേലൂയ നാം ആരെന്ന് നമ്മൾ സമൂഹത്തിൽ വെളിപ്പെടുത്തുകയാണ്. നമ്മൾ ആരെന്ന് ചുറ്റുപാടുകളിൽ വെളിപ്പെടുത്തുകയാണ്. ഞാൻ ഒരു ദൈവ പൈതലെന്ന് ഹല്ലേലൂയ എപ്പോഴും നമുക്കൊരു ചിന്ത ഉണ്ടാകും. ക്രിസ്തീയ ജീവിതത്തിൽ ഹല്ലേലൂയ കേൾക്കുക മാത്രമല്ല, ജീവിച്ചു കാണിക്കണം. യേശുവിന്റെ നാമത്തിൽ ഹല്ലേലൂയ ഈ പകലിൽ ഒന്ന് പറയുവാൻ കഴിയുമോ? ഹല്ലേലൂയ ക്രിസ്തീയ ജീവിതത്തിൽ ഹല്ലേലൂയ എനിക്ക് ജീവിച്ചു കാണിപ്പാൻ കൊതിയ. ഹല്ലേലൂയ, ഹല്ലേലൂയ. എന്റെ കൂട്ടുകാർ പറയുന്നത് ചെയ്യുമ്പോൾ പല കുഞ്ഞുങ്ങള് ഈ ദിവസങ്ങളിൽ അല്ലെങ്കിൽ ചില സാഹചര്യങ്ങളിലെല്ലാം അല്ലെങ്കിൽ പല ക്യാമ്പുകളില് അല്ലെങ്കിൽ എന്നോട് പറഞ്ഞിട്ടുണ്ട്, പാസ്റ്ററെ ആ കൂട്ടുകാരെ ഒന്ന് സന്തോഷിപ്പിക്കാൻ വേണ്ടി ചെയ്തു പോയതാണ്. ഹല്ലേലൂയ. ആ കൂട്ടുകാരെ ഒന്ന് സന്തോഷിപ്പിക്കാൻ വേണ്ടി ചെയ്തു പോയതാണ്. ഇത് കുഞ്ഞുങ്ങളെ ഹല്ലേലൂയ നമ്മെ അറിയുന്ന ദൈവം, ഹല്ലേലൂയ നിന്റെ കയ്യിലിരിക്കുന്ന വേദപുസ്തകം ഹല്ലേലൂയ നീ ചോർത്ത് പിടിക്കണം. ഹല്ലേലൂയ അത് നെഞ്ചോട് ചോർത്ത് എപ്പോഴും സ്കൂളിൽ പോകുമ്പോഴും ജോലിയിൽ പോകുമ്പോഴും അത് കയ്യിലുണ്ടെന്ന ചിന്ത വേണം. ഈ പകലിൽ എല്ലാം കേട്ടു, എല്ലാം അറിയാം. ഹല്ലേലൂയ 66 പുസ്തകവും വള്ളിയും പുള്ളിയും തെറ്റാതെ എഴുതാനറിയാം, പറയാനറിയാം. ഹല്ലേലൂയ വചനത്തെ കേൾക്കുന്ന ദൈവമൈതലെ കേൾക്കുവാനും ജ്ഞാനത്തെ സമാഹരിക്കുവാനും അല്ല ഈ വിശുദ്ധ വേദപുസ്തകം നൽകിയിരിക്കുന്നത്. ഇത് ജീവിച്ചു കാണിപ്പാൻ. യേശുവിന്റെ നാമത്തിൽ ഇത് ജീവിച്ചു കാണിക്കുമ്പോൾ ഹല്ലേലൂയ ഇത് അനുവർത്തിക്കുമ്പോൾ പരിശുദ്ധാത്മാവ് പിന്നെ ഹല്ലേലൂയ ഹല്ലേലൂയ എന്തെല്ലാം ചെയ്യണമോ അതെല്ലാം ചെയ്തെടുക്കുന്നുണ്ട്. വെള്ളത്തിനാ കേഴുന്ന വീഴാമ്പ് പോ
കാരാമ്പ് പോ വാഞ്ചിക്കും എന്തിനാ പ്രിയനേ എന്റെ പതുക്കെ പാടുന്നല്ലേ. എന്റെ പ്രാണനാഥ അങ്ങയുടെ വരമാണ് അടുത്ത നിമിഷമെങ്കിൽ എനിക്ക് സന്തോഷത്തോടെ വചനത്തെ പ്രമാണിക്കുന്ന ദൈവമൈതലേ, ഹല്ലേലൂയ, വചനത്തെ അനുസരിക്കുന്ന ദൈവമൈതലേ, ഹല്ലേലൂയ, കൽപ്പനകളെ വിട്ടുപിരിയാത്ത ദൈവമൈതലേ, ഓ രാശി എപ്പോൾ വരുമെന്ന് നോക്കി പാർക്കുക. ഈ വചനം നമ്മോട് ചേർന്ന് ഇടപെടുന്നുണ്ട്. ഹല്ലേലൂയ. ഈ വചനം നമ്മോട് ചേർന്ന് പങ്കുവെച്ച് നൽകുന്നുണ്ട്. വചനം പറയുന്നുണ്ട്, അല്ലയോ വചനത്തിന് ക്രിയ ചെയ്യാൻ അവസരം കൊടുക്കണം. വചനത്തിന് ക്രിയ ചെയ്യാൻ അവസരം കൊടുക്കണം. ഒന്ന് പറയാമോ? വചനത്തിന് ക്രിയ ചെയ്യാൻ, പ്രവർത്തിക്കാൻ അവസരം കൊടുക്കണം. ഒരു മുറിവുണ്ടായ ഹല്ലേലൂയ അത് ചില മരുന്നുകളിലൂടെ ഉണങ്ങുന്നത് പോലെ ചില ഹൃദയങ്ങളെ ഹല്ലേലൂയ വേദനകളെ മാറ്റുന്ന വചനം യേശുവിന്റെ നാമത്തിൽ ഹല്ലേലൂയ. ചില ചോദ്യങ്ങളിൽ ഹല്ലേലൂയ വചനം ഹല്ലേലൂയ ക്രിയ ചെയ്തു പറയും, മോനെ നിന്റെ ജീവിതത്തിൽ എല്ലാം അറിയുന്ന ഞാൻ നിന്നോട് കൂടെയുണ്ട്. ഈ മേഖലകൾ കൂടി, ഈ യാത്രകൾ കൂടി, ഈ സ്റ്റെപ്പുകൾ കൂടി നീ വഴുതി വീഴാതെ നീ ജയിച്ചു കയറണം. ഹല്ലേലൂയ. അതിനുവേണ്ടി ഹല്ലേലൂയ വചനങ്ങൾ നൽകുകയാണ്. യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ ഹല്ലേലൂയ നമ്മുടെ ക്രിസ്തീയ ജീവിതത്തെ കർത്താവ് ആഗ്രഹിക്കുന്ന ചിലതുണ്ട്. ഹല്ലേലൂയ വചനത്തെ ഹല്ലേലൂയ വള്ളിയോ പുള്ളിയോ മാറ്റാതെ ഹല്ലേലൂയ കൽപ്പനകളെ ഹല്ലേലൂയ പ്രമാണിപ്പാൻ, ആ കൽപ്പനകളെ പഠിപ്പിപ്പാൻ ഹല്ലേലൂയ കർത്താവ് അവസരങ്ങൾ നൽകുമ്പോൾ ഹല്ലേലൂയ പിതാവേ നാഥാവേ ആ കൽപ്പനകളെ വിട്ട്, ആ വചനത്തെ വിട്ട്, ആ വാക്കുകളെ വിട്ട്, ആ പ്രമാണത്തെ വിട്ട് എങ്ങും പോകാനില്ലല്ലോ. യേശുവിന് ഒന്നാം സ്ഥാനം. ഹല്ലേലൂയ, ഹല്ലേലൂയ. എന്റെ കഴിവിനേക്കാൾ ഒന്നാം സ്ഥാനം, എന്റെ കുടുംബത്തെക്കാൾ ഒന്നാം സ്ഥാനം. ഹല്ലേലൂയ. പ്രമാണത്തെ ആരായുന്ന, കൊതിക്കുന്ന, ജീവിക്കുന്ന ഭക്തന്മാരെ ഈ പകലിൽ എന്നെ യേശുവിന് പ്രഥമ സ്ഥാനം നൽകുക. ഈ വചനങ്ങൾ നമ്മോട് ഹല്ലേലൂയ പറഞ്ഞു നൽകുന്നു.